ലോക കുറ്റാന്വേഷണ ചരിത്രത്തിലെ 2 മോഷണങ്ങൾ, അതും തിരുവനന്തപുരത്ത്. 42 വർഷം മുൻപ് നടന്ന ചാക്കോ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുകുമാരക്കുറുപ്പ് വീണ്ടും വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ നിരവധി ഇത്തരം തെളിയിക്കപ്പെടാത്ത കുറ്റകൃത്യങ്ങൾ അവശേഷിക്കുന്നു. അതിലെ ഏറ്റവും പുതിയ 2 കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാമല്ലോ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ എല്ലാ അന്വേഷണ ഏജൻസികളും പല പ്രമാദമായ കേസുകളും തെളിയിച്ചിട്ടുണ്ട്. അത്തരം നിരവധി കേസുകൾ ഇനിയും തെളിയിക്കാനുണ്ട് പോലീസിന് മുന്നിൽ. അങ്ങനെ തെളിയിക്കാനുള്ള 2 കേസുകളാണ് ഇനി പറയാൻ പോകുന്നത്. അതും വെറും 3 മാസത്തെ ഇടവേളകളിൽ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് നടന്ന 2 പ്രമാദമായ മോഷണങ്ങൾ. ആ മോഷണങ്ങളെക്കുറിച്ച് യാതൊരു തരത്തിലെ ഇൻഫർമേഷനും തെളിവുകളും പോലീസിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരാണ് ഇത് മോഷ്ടിച്ചത്, എങ്ങനെയാണ് മോഷ്ടിച്ചത് എന്നതിനെക്കുറിച്ച് പോലീസിന് ഇതുവരെ ഒരു തുമ്പും ലഭിച്ചിട്ടില്ല. ഇവിടെ പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങളിലാണ് മോഷണം നടന്നത്. ഒന്ന്, പാങ്ങോട്ടുള്ള മിലിറ്ററി ക്യാമ്പിൽ, അതായത് പാങ്ങോട്ടെ കരസേനയുടെ ആ ക്യാമ്പിലാണ് ഒരു മോഷണം നടന്നത്. രണ്ടാമത്തെ മോഷണം നടന്നത് കവടിയാർ കൊട്ടാരത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനത്തെ മാത്രമല്ല കേരളത്തിലെ തന്നെ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കവടിയാർ പാലസും പാങ്ങോട് മിലിറ്ററി ക്യാമ്പും. ഇവിടെയാണ് ഈ 2 മോഷണങ്ങൾ നടന്നത്. ഇതിലെ ആദ്യത്തെ മോഷണം നടന്നത് കവടിയാർ കൊട്ടാരത്തിലാണ്. 2025 നവംബർ മാസത്തിലാണ് കവടിയാർ കൊട്ടാരത്തിൽ കോടികൾ വിലമതിക്കുന്ന ആഭരണങ്ങൾ മോഷണം പോയത്. ഗൗരി ലക്ഷ്മി ഭായിയാണ് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയത്. അവർ പറയുന്ന കാര്യം ഇതാണ്: ചിത്തിര തിരുനാളിന്റെ കാലത്ത് ലഭിച്ചിട്ടുള്ള അമൂല്യമായിട്ടുള്ള ആഭരണങ്ങളാണ് കൊട്ടാരത്തിൽ നിന്നും മോഷണം പോയത്. ലക്ഷ്മി ഭായി ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഒരു സ്വകാര്യ യാത്രയ്ക്ക് വേണ്ടി അലമാര തുറന്നു, ആഭരണങ്ങൾ അണിയാൻ വേണ്ടി. പക്ഷേ ആ അലമാരയിൽ ശ്രീ ചിത്തിര തിരുനാൾ നൽകിയ കോടിക്കണക്കിന് രൂപയുടെ മൂല്യം വരുന്ന ആഭരണങ്ങൾ കാണാനില്ല. ഇതോടുകൂടി ഗൗരി ലക്ഷ്മി ഭായി അമ്പരന്നു. ഉടൻ തന്നെ അവർ പോലീസിനെ സമീപിച്ചു, പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണത്തിൽ യാതൊരു തരത്തിലെ പുരോഗതിയും ഇതുവരെയും ഇല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ദുരൂഹത. 2025 നവംബറിൽ നടന്ന ഈ മോഷണത്തെക്കുറിച്ച് ഇന്നുവരെ ഒരു തരത്തിലെ തെളിവുകളും ലഭിച്ചിട്ടില്ല. നമ്മൾ ഒന്ന് ഓർത്തു നോക്കണം, ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓഫീസിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയാണ് കവടിയാർ കൊട്ടാരം. സംസ്ഥാനത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഏതാനും കിലോമീറ്റർ അകലെയാണ് ഈ ഒരു കവടിയാർ കൊട്ടാരം. നടന്നു പോകാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. അവിടെ നിന്നാണ് കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള ഈ ആഭരണങ്ങൾ മോഷണം പോയത്. പോലീസ് ഈ കാര്യത്തിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്ന് നമുക്ക് പരിശോധിക്കാം. പോലീസ് ആദ്യമായി കൊട്ടാരത്തിലെ CCTV ദൃശ്യങ്ങൾ പരമാവധി ശേഖരിച്ചു. പക്ഷേ അവിടെ ഒന്നും തന്നെ സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയിട്ടില്ല. രണ്ടാമതായി കൊട്ടാരത്തിൽ വന്നു പോകുന്നവരെ പരിശോധിച്ചു. കാരണം കൊട്ടാരമാണ്, നമുക്കറിയാവുന്നതുപോലെ തന്നെ എപ്പോഴും കാണുന്നതാണ്, ഓണത്തിന് കൊണ്ടുവരുന്ന ആദിവാസികൾ അവിടെ വരാറുണ്ട്, അവരുടെ വിഭവങ്ങൾ കൊടുക്കാറുണ്ട്, അതൊരു ചടങ്ങാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി പേർ കൊട്ടാരത്തിൽ വന്നു പോകുന്നുണ്ട്. ആദിവാസികൾ വന്നു പോകുന്നത് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ആചാരത്തിന്റെ ഭാഗമാണ്. അവരെ ഒരു കാരണവശാലും സംശയിക്കാനോ കുറ്റപ്പെടുത്താനോ പോലും പാടില്ല. അതൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഈ കൊട്ടാരത്തിൽ പലരും പല ഘട്ടങ്ങളിലായിട്ട് വന്നു പോകുന്നുണ്ട്, കൊട്ടാരത്തെ സന്ദർശിക്കാൻ വന്നു പോകുന്നുണ്ട്. അവരുടെയൊക്കെ ലിസ്റ്റ് എടുത്തുകൊണ്ട് അവരെ വിശദമായി പരിശോധിച്ചു. പക്ഷേ അവരിൽ നിന്നും ഒരു തെളിവും ഈ കോടിക്കണക്കിന് രൂപ വരുന്ന ആഭരണങ്ങൾ മോഷണം പോയതുമായി ബന്ധപ്പെട്ട് ലഭിച്ചില്ല. ഇനി മൂന്നാമത്തേത്, കൊട്ടാരത്തിലെ താമസക്കാരുണ്ടല്ലോ, അതായത് ഗൗരി ലക്ഷ്മി ഭായി അടക്കമുള്ള അവിടുത്തെ താമസക്കാരോട് പോലീസ് വിശദാംശങ്ങൾ ചോദിച്ചു. പിന്നീട് പോലീസ് ചോദ്യം ചെയ്തത് അവിടുത്തെ ജോലിക്കാരെയാണ്. കൊട്ടാരത്തിൽ നിരവധി ജോലിക്കാരുണ്ട്. പൂന്തോട്ടം വൃത്തിയാക്കാൻ അല്ലെങ്കിൽ അടുക്കളയുടെ ഭാഗത്തൊക്കെ ജോലി ചെയ്യുന്ന നിരവധി പേരുണ്ട്. അവരെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലെ തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല. പിന്നെ മറ്റ് യൂട്യൂബേഴ്സ് നിരവധി പേരാണ്
കവടിയാർ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് യൂട്യൂബർമാരായി വന്ന് അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തുകയും അവരുടെ ചാനലിൽ കൂടി പുറത്തുവിടുകയും ചെയ്തത്. ഇപ്പോഴും യൂട്യൂബിൽ അതെല്ലാം കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ അവിടെ വന്നിട്ടുള്ള യൂട്യൂബർമാരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. അവരിൽ നിന്നും ഒരു തുമ്പ് പോലും കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പിന്നീട് പോലീസ് പരിശോധിച്ചത് തിരുവനന്തപുരം നഗരത്തിലെയും ചുറ്റുവട്ടങ്ങളിലെയും ജുവലറികളിലാണ്. സ്വർണ്ണക്കടകളിൽ ഈ നഷ്ടപ്പെട്ട ആഭരണങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നായിരുന്നു പോലീസിന്റെ തുടർന്നുള്ള അന്വേഷണം. പക്ഷേ ഒരൊറ്റ ജ്വല്ലറിയിൽ നിന്നും ഈ ഒരു സ്വർണത്തിന്റെ ഒരു ചെറിയ കണിക പോലും, മോഷണം പോയ സ്വർണത്തിന്റെ ഒരു ചെറിയ കണിക പോലും തിരുവനന്തപുരത്തെയും നഗരപ്രാന്തങ്ങളിലെയും ജ്വല്ലറിയിൽ നിന്നും കണ്ടെടുക്കാനായില്ല. സംസ്ഥാനത്തെ ഒരു ജ്വല്ലറിയിൽ നിന്നും ഈ ഒരു സ്വർണവുമായി ബന്ധപ്പെട്ട് ഉരുക്കിയ നിലയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംശയാസ്പദമായ നിലയിലോ ഒന്നും തന്നെ കോടികൾ വില വരുന്ന ഈ ഒരു ആഭരണങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. അതോടുകൂടി പോലീസ് ഇപ്പോൾ അവിടെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഈ പോലീസിന്റെ കേസന്വേഷണം. എങ്ങനെ പോലീസ്, അതായത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ കവടിയാർ കൊട്ടാരത്തിലേക്ക്. അത്ര അടുത്ത് നിൽക്കുന്ന ഈ ഒരു കവടിയാർ കൊട്ടാരത്തിൽ നടന്ന കോടിക്കണക്കിന് രൂപ വില വരുന്ന ആഭരണ മോഷണം അത് ആര് നടത്തി, എപ്പോൾ നടത്തി, എങ്ങനെ നടത്തി? ഇനി പോലീസ് ഒരു കാര്യം കൂടി ചെയ്തു. കാരണം തിരുവനന്തപുരത്ത് നിരവധി വിദേശികൾ വന്നു പോകുന്നതാണല്ലോ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിരവധി പേർ വന്നു പോകുന്നവരാണല്ലോ. അവർ തീർച്ചയായും കവടിയാർ കൊട്ടാരത്തിൽ ചിലർ എത്തും. അപ്പോൾ അങ്ങനെ വിദേശികൾ എത്തിയിട്ടുണ്ട് കവടിയാർ കൊട്ടാരത്തിൽ. അപ്പോൾ ആ വിദേശികളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലും പോലീസിന് തുമ്പൊന്നും ലഭിച്ചിട്ടില്ല. അതോടുകൂടി പോലീസ് ഇവിടെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുകയാണ്. സുകുമാരക്കുറുപ്പിനിട്ടേക്കുന്ന അതേ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് കവടിയാർ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ വില വരുന്ന ഈ ആഭരണങ്ങൾ എവിടെ എന്ന ചോദ്യത്തിന് ഇട്ടിരിക്കുന്ന ചോദ്യചിഹ്നം സുകുമാരക്കുറുപ്പിന് ഇട്ടിരിക്കുന്ന അതേ ചോദ്യചിഹ്നം തന്നെയാണ്. ഇനി അടുത്ത മോഷണം, ഇത് കവടിയാർ കൊട്ടാരത്തിലെ മോഷണം 2025 നവംബർ മാസത്തിലാണല്ലോ. ഇപ്പോൾ ജനുവരി 26 ഫെബ്രുവരി 11 തീയതി, അതായത് ഏതാണ്ട് കഷ്ടിച്ച് 3 മാസത്തെ ഇടവേളകൾ, 90 ദിവസത്തെ ഇടവേള കഴിഞ്ഞാണ് പോലീസിനെ ഞെട്ടിപ്പിച്ച രണ്ടാമത്തെ മോഷണം നടക്കുന്നത്. അതെവിടെയാണ്? പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ, പാങ്ങോട് പട്ടാള ക്യാമ്പിലാണ് ആ ഒരു മോഷണം നടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, പട്ടാള ക്യാമ്പ് എത്രമാത്രം സുരക്ഷിതമായ ഒരിടമാണ്. അവിടെ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ സാധനങ്ങൾ പോലും മോഷണം പോകാൻ ഉള്ള സാധ്യത തുലവും കുറവാണ്. എങ്ങനെയൊക്കെ നോക്കിയാലും അവിടുത്തെ ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ നിന്നും ഒരു ചെറിയൊരു മുട്ടുസൂചി പോലും കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിലുള്ള പഴുതടച്ച സുരക്ഷയുള്ള സ്ഥലമാണ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്. ആ ക്യാമ്പ് ഓഫീസിൽ നിന്നുമാണ് മറ്റൊരു മോഷണം നടന്നിട്ടുള്ളത്. അവിടെ സൂക്ഷിച്ചിരുന്ന 2 ലക്ഷം രൂപ വരുന്ന ആനക്കൊമ്പാണ് മോഷണം പോയത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പട്ടാള ക്യാമ്പിൽ നിന്ന്, എത്രയോ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുള്ള പട്ടാള ക്യാമ്പിൽ നിന്ന് ആനക്കൊമ്പ് മോഷണം പോകുക. ആനക്കൊമ്പ് പോക്കറ്റിൽ വെച്ച് കൊണ്ടുപോകുന്ന സാധനമല്ല. ആനക്കൊമ്പ് കൊണ്ടുപോകണമെങ്കിൽ വലിയൊരു സംവിധാനം തന്നെ വേണം. കാരണം ആനക്കൊമ്പ് ഒരു വലിയ സാധനമാണ്. ചെറിയ പോക്കറ്റിലൂടെ നടക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ ആനക്കൊമ്പ്. ആ ആനക്കൊമ്പ് ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് മോഷണം പോയി. അവിടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സമാനമായ നിലയിൽ എങ്ങനെയാണോ കൊട്ടാരത്തിലെ മോഷണം നടന്നത്, അതേപോലെ തന്നെ പോലീസ് FIR ഇട്ടു, അന്വേഷണം ആരംഭിച്ചു. ആദ്യം ചെന്നെത്തിയത് എന്നാണ് മോഷണം പോയത് എന്നതിനെ കുറിച്ചാണ്. അതായത് 2026 ഫെബ്രുവരി 11 ആ ദിവസം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് ആദ്യം അന്വേഷിച്ചത്. ഉണ്ടായിരുന്നു. അവിടെ മദ്രാസ് റെജിമെന്റിന്റെ കരസേന മേധാവിയുടെ കമാൻഡേഷൻ ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടി നടന്നു. പാർട്ടി എന്ന് പറയുന്നത് DJ പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു DJ പാർട്ടി അവിടെ നടന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഈ 2 ലക്ഷം രൂപ വരുന്ന ആനക്കൊമ്പ് മോഷണം പോയത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യമായി പരിശോധിച്ചു. പ്രാഥമിക പരിശോധനയിൽ ഒരു ഉത്തരേന്ത്യയിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ പോലീസ് സംശയിച്ചു. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തു. പോലീസിന് ആവുന്ന വിധത്തിലെല്ലാം തിരിച്ചും മറിച്ചുമൊക്കെ ചോദ്യം ചെയ്തു. പക്ഷേ അദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ട് പോലീസ് വിട്ടയച്ചു. അദ്ദേഹത്തിൽ നിന്ന് ഒരു തുമ്പ് പോലും ലഭിച്ചിരുന്നില്ല. പിന്നീട് പോലീസ് പരിശോധിച്ചത് ഇവിടെ ഈ DJ പാർട്ടിയിൽ ആരൊക്കെ പങ്കെടുത്തു എന്നതിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാമല്ലോ, ഒരു മിലിറ്ററി ക്യാമ്പിലെ DJ പാർട്ടിയിൽ പങ്കെടുക്കുന്നത് അവിടുത്തെ സൈനികരും അവരുടെ ബന്ധുക്കളും ബന്ധുമിത്രാദികളും ഒക്കെയാണ്.
അത്തരത്തിൽ 200 പേരെയാണ് പോലീസ് ഈ ഒരു ആനക്കൊമ്പ് മോഷണവുമായി ബന്ധപ്പെട്ട് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ചോദ്യം ചെയ്തത്. പക്ഷേ ഈ 200ഓളം പേരിൽ നിന്ന് ഒരാളിൽ നിന്ന് പോലും ഒരു സൂചനയും ലഭിച്ചില്ല. അവിടെയാണ് വീണ്ടും അടുത്ത ചോദ്യചിഹ്നം വരുന്നത്. ആരാണ് ഈ 2 ലക്ഷം രൂപയുടെ ഇത്രയും സുരക്ഷിതമായിട്ടുള്ള പട്ടാള ക്യാമ്പിൽ നിന്നും മോഷ്ടിച്ചത്? ഇതാണ് മറ്റൊരു ചോദ്യം. സുകുമാരക്കുറുപ്പ് എവിടെ എന്നതുപോലെ തന്നെയുള്ള ഒരു ചോദ്യവും വരുന്നു. പാങ്ങോട്ടെ ആനക്കൊമ്പ് എവിടെ? ഈ 2 മോഷണങ്ങളാണ്, അതായത് 3 മാസത്തിനിടയിൽ തലസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ 2 കൊള്ളകൾ. ഈ കൊള്ള നടത്തിയത് ആരാണ് എന്നതിനെ സംബന്ധിച്ച് ഇന്നേ വരെ ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല. ഒരു പ്രഹേളികയായി ഈ 2 മോഷണങ്ങളും നമ്മുടെ കേരള പോലീസിന് മുന്നിൽ അവശേഷിക്കുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.